ഹൈബർനേഷൻ ഇതെനിക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ടേം ആയിരുന്നു. പിന്നീട് കുറച്ച് നാളായിട്ട് ഈ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2023 ഡിസംബർ എൻ്റെ ഫസ്റ്റ് വിൻ്റർ ടൈം. ഒരു കാര്യത്തിലും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് മൊത്തത്തിൽ എല്ലാത്തിനോടൊരു വിരക്തി. പിന്നെ പട്ടിണി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് സ്ഥിരമായിട്ട് പണിക്ക് പോകുന്നുണ്ടായിരുന്നു എന്ന് മാത്രം. എൻ്റെ ബെഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ആ ലാപ്ടോപ്പും തുറന്നു വെച്ച് ഏതെങ്കിലും ഒരു മൂവിയും പ്ലേ ചെയ്ത് നല്ല കുറച്ച് ഫുഡും കഴിച്ച് ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നതായിരുന്നു കുറച്ചധികം നാളായിട്ട് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സും കംഫർട്ട് സോണും. ആദ്യം ഞാൻ ഓർത്തു എല്ലാവർക്കും ഉള്ള പോലെ ഇതും ഒരു വിൻ്റർ ഡിപ്രഷൻ ആയിരിക്കുമെന്ന്. പക്ഷെ വിൻ്ററും കഴിഞ്ഞ് വേറെയും സീസൺസ് മാറി വന്ന് അടുത്ത വിൻ്ററായിട്ടും എൻ്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. ഈശ്വര, ഇനി ഇത്ര പെട്ടെന്ന് എങ്ങാനും കയറി തള്ള വൈബുമായോ? അങ്ങനെ എൻ്റെ ഈ സിറ്റുവേഷൻ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ് അതിനകത്ത് ഒരാൾ നിനക്ക് ഹൈബർനേഷൻ ആടി എന്ന ഡയലോഗുമായിട്ട് വരുന്നത്. ഇതിന്റെ അർത്ഥം എനിക്ക് അറിയാത്തത് കൊണ്ടും കേൾക്കാൻ നല്ല വെയിറ്റ് ഉള്ള വാക്കായതുകൊണ്ടും സംഭവം എന്താണെന്ന് ഞാൻ കാര്യമായിട്ടൊന്ന് തിരക്കി. ജനറലി ഇത് കുറച്ച് ആനിമൽസിന് കണ്ടുവരുന്ന ഒരു കണ്ടീഷനെ മെൻഷൻ ചെയ്യുന്ന ടേമാണ്. പക്ഷെ ഇവിടെ എൻ്റെ സിറ്റുവേഷൻ ഏതാണ്ടൊക്കെ സിമിലർ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ലോ എനർജി മോഡ്. 22 വർഷക്കാലത്തോളം ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുമ്പോൾ അത് അഡാപ്റ്റഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ള എനിക്ക് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്ഹോസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ആവാം ഞാൻ എന്നെ എപ്പോഴും ഇനാക്റ്റീവ് ആക്കി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ഡിസിഷൻ എന്നെ നല്ല രീതിയിൽ മടിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് ഇങ്ങനെ ലോ എനർജി ആയിട്ടിരുന്നാൽ മതിയോ? മടിയൊക്കെ മാറ്റി നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണ്ടേ? ആവാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ.